ഈ സംഭവവികാസങ്ങൾക്ക് പിന്നാലെ ഷൈൻ ടോം ചാക്കോയെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം നടക്കുകയാണ്. ഹോട്ടൽ മുറിയിൽ നിന്നും ലഹരി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറിന്റെ ഡാൻസ് ഓഫ് സംഘമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പരിശോധന നടത്തുന്നതിനിടെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ഇപ്പോഴും ഷൈൻ ടോം എവിടെയുണ്ട് എന്നതിൽ പോലീസിന് അവ്യക്തതയുണ്ട്. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, ഇന്നലെ ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണോ ലഹരി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളൊക്കെ കണ്ടെടുത്തത്? തീർച്ചയായും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഡാൻസ് ഓഫ് സംഘം ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന മുറിയിലേക്ക് പരിശോധന നടത്താൻ എത്തുന്നത്. അതിനിടയിലാണ് ഇദ്ദേഹം ഈ പരിശോധന വരുന്നത് അറിഞ്ഞ് ഷൈൻ ടോം ചാക്കോ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്. അതിനുശേഷം ഈ ഡാൻസ് ഓഫ് സംഘം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് സംഘം ഈ ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില ഉപകരണങ്ങൾ, ചില പേപ്പറുകളും മറ്റു ചില വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ അവിടെ ലഹരി ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് ഡാൻസ് ഓഫ് സംഘം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘം നടത്തുന്നത്. പക്ഷേ നിലവിൽ ഈ നടൻ എവിടെയാണ് എന്ന കാര്യത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിനോ പോലീസിനോ വ്യക്തതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നടനെ ഉടൻ തന്നെ ഈ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, പിന്നീട് ലഹരി ഉപയോഗിച്ചു എന്ന് വൈദ്യപരിശോധന ഉടൻ തന്നെ നടത്തിയില്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ പിന്നീട് സാധിക്കാതെ വരുന്നൊരു അവസ്ഥയുണ്ടാവും. നേരത്തെ ഈ പഴയ ജീവിതത്തിലും അങ്ങനെ എന്തായാലും ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങിയോടിയത് ഇതുകൊണ്ട് തന്നെയായിരിക്കും. അവിടെ വെച്ച് ലഹരി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഡാൻസ് ഓഫ് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. അവിടെ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് എന്നതിന്റെ സൂചനകൾ തന്നെയാണത്. ഒരുപക്ഷെ പിടികൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കും ഷൈൻ ടോം ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങിയോടിയത്. എന്തായാലും ഷൈൻ ടോമിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. പോലീസും അതുപോലെ തന്നെ ഡാൻസ് ഓഫ് സംഘവും ഷൈനിനായുള്ള അന്വേഷണത്തിൽ തന്നെയാണ്. നിധിൻ സേവറാണ് വിവരങ്ങൾ നൽകിയത്.